ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത രുചിയുള്ള പോർക്ക് ഫ്രൈ ആണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. 1/2 കിലോ പോർക്ക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായി മിക്സ് ചെയ്ത് ഒട്ടും വെള്ളം ചേർക്കാതെ സ്റ്റൗവിൽ വെച്ച് ഒരു 6 വിസിൽ കേൾപ്പിക്കാം. സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യാവുന്നതാണ്. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഉള്ളി മൂത്ത് വന്നു. അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷനിലാണ്. ഇനി അതിലേക്ക് ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനോട് കൂടെ ഈ സവാളയുടെ പകുതി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക് നടുവിൽ കീറിയത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി വാടുന്നോടം വരെ ഇതൊക്കെ ഇളക്കി കൊടുക്കുക. വാടി വന്ന ഉള്ളിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. മൊരിഞ്ഞു വന്ന മസാലയിലേക്ക് വേവിച്ച് വെച്ച പോർക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. പോർക്ക് ഫ്രൈ ഇവിടെ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. രുചികരമായ പോർക്ക് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.